എല്ലാ കാലത്തും സിപിഎമ്മിനൊപ്പം നിന്നിരുന്ന കാന്തപുരം സുന്നി വിഭാഗമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സിപിഎമ്മിനെ കൈവിടുകയാണോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ പല മണ്ഡലങ്ങളിലെയും LDF പ്രകടനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും നേടിയ 11.20 ലക്ഷം വോട്ടുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8.43 ലക്ഷമായി ചുരുങ്ങിയതിൽ കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ നിലപാടും ഒരു കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും കാന്തപുരം സുന്നി വിഭാഗത്തിനുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച വോട്ടിൽ 2.77 ലക്ഷം പേരും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി മാറിയെന്നത് കാലങ്ങളായി അവരെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ CPMനെതിരായി വോട്ട് ചെയ്തതിൻ്റെ ഫലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കാന്തപുരം സുന്നി വിഭാഗവും തീയ ഈഴ വിഭാഗവുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ ബദ്ധവൈരികളായിരുന്ന EK വിഭാഗം സുന്നികളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്ന CPM നിലപാട് കാന്തപുരം വിഭാഗത്തിൽ വലിയ അസംതൃപ്തിക്കിടയാക്കിയിരുന്നു. EK വിഭാഗം സുന്നികളുമായുള്ള അകൽച്ച നിലനിർത്തുമ്പോഴും കാന്തപുരം വിഭാഗം മുസ്ലിം ലീഗുമായും പാണക്കാട് തങ്ങൾ കുടുംബവുമായും വലിയ സൗഹൃദം കാട്ടിയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. EK വിഭാഗം സുന്നികളെയും ജിഫ്രിക്കോയ തങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം സുന്നി പുരോഹിതരെയും LDF പക്ഷത്ത് നിലനിർത്താൻ CPM നടത്തിയ ഒരുപാട് വിട്ടുവീഴ്ചകൾ പാർട്ടിയുടെ എക്കാലത്തെയും ശക്തരായ അണികളായ തീയ ഈഴവ വിഭാഗങ്ങളുടെ രോഷത്തിനും വഴിവെച്ചതായി തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. കാന്തപുരത്തിൻ്റെ ആസ്ഥാനമായ കാരന്തൂർ നിലകൊള്ളുന്ന കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിൽ പോലും 3252 വോട്ടിന് LDF പിന്നാക്കം പോയി എന്നത് കാന്തപുരം വിഭാഗവും CPMനെ കൈവിട്ടുവെന്നതിൻ്റെ വലിയ വ്യക്തമായ തെളിവാണ്. കാന്തപുരം വിഭാഗം സുന്നികളുടെ പിന്തുണ UDFനാണെന്ന രീതിയിൽ പ്രചരണം നടന്നപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യം നിഷേധിക്കുകയും പിന്തുണ സംബന്ധിച്ച് താഴേത്തലം വരെ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആർക്കാണ് പിന്തുണയെന്ന് പരസ്യമായി വ്യക്തമാക്കാൻ കാന്തപുരം തയ്യാറായില്ല. മുൻകാലങ്ങളിൽ LDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന വിഭാഗമാണ് കാന്തപുരത്തിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പൊതുവെ CPM വിരുദ്ധരായ അണികളാണ് EK വിഭാഗം സുന്നികളുടേത്. ഇത്തരത്തിലൊരു വിഭാഗത്തിന് പിന്നാലെ പോയപ്പോൾ ഫലമൊന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ ഒപ്പം നിന്നിരുന്ന വിഭാഗത്തെയും പിണക്കുകയായിരുന്നു. അടുത്തു തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ രാഷ്ട്രീയ സാഹചര്യം തുടർന്നാൽ CPMന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും.